ഗൈസ് സബ്സ്ക്രൈബേഴ്സ് ഇതിക്ക് നോക്ക് ആ മതി. ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ കണ്ണ് സൂക്കട്ട് ഉണ്ടാവും. കാരണം ഒക്കെ കണ്ണ് സൂക്കട, കണ്ണുക്ക് നോക്കിയാല് കണ്ണ് സൂക്കട്ട്. അതായത് എൻ്റെ ഒരു കുട്ടിയാണ് കുഞ്ഞോളെ. അവളവിടെ കേൾക്കുന്നുണ്ട്, അടുക്കളയിൽ കേൾക്കുന്നുണ്ടാവും കേട്ടോ. കാരണം ഞാൻ അടുക്കളൻ്റെ ജനലിൻ്റെ അവിടെ പോയി നിന്ന് പറയാം. അപ്പം ഞാൻ അതിങ്ങനെ പറയുമ്പോൾ കേട്ടോ ഒരതിർപ്പായി. കാരണം ഓളെ തോളത്ത് അങ്ങനെ കൈ വെച്ച് നടക്കുക. ഒരു ഉപകാരമെങ്കിലും ഒരു ദിവസം ചെയ്യണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ഒരു ഉപകാരങ്ങൾ ഒരു കമൻറ്റാണ്. അത് നിങ്ങൾക്ക് ഒന്നും വേണ്ട. ആ കമൻറ്റ് ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ ഹൻഷിഫ്ക സൂപ്പർ, ഹൻഷിഫ്ക ഐ ലവ് യു, അങ്ങനത്തെ ഒരു കമൻറ്റ് പഞ്ചുണ്ടോ നോട്ടെ. മെച്ചി ഭയങ്കര അടങ്ങാറായി. 4 കുട്ടികളെയും നോക്കി പെരീത്തെ പണിയെടുത്ത് എണ്ണിട്ടാണ് പൊരിക്കല്ലോ കുട്ടിയെ. എനിക്കത് അധികം തിന്നാൻ പറ്റൂലേ. കുഞ്ഞോളെ പേരയില് പണ്ട് കുട്ടിയാട്ടോ വിളിച്ചിരുന്നത്. ഇപ്പൊ ചട്ടിയെ പട്ടിയാനൊക്കെ വിളിച്ചത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് നമ്മുടെ റംബുട്ടാനിൽ നിന്നാണ്. കിളിയേ ദിക്റ് പാടി കിളിയേ, സുബഹിക്ക് മീനാരത്തെ വാലം വെച്ച് പറക്കുന്ന ദിക്റ് പാടി കിളിയേ നിന്നില്ലേ. മേല പൊറ്റാരാകാശത്തിനപ്പുറത്തെ സുവർഗത്തിൽ അതൃപ്പങ്ങൾ പലതുണ്ട് ചൊല്ലേ, അതൃപ്പങ്ങൾ പലതുണ്ട് ചൊല്ലേ. ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ സമയം 6:30 6:45 ആയിക്കൊണ്ടിരിക്കുന്നു. ഇബ്രു മദ്രസ്ക്ക് പോയോ? എങ്ങനെ പോയത്? ഞാൻ വാതിൽ പൂട്ടി. ഞാനവിടെ ചാവി ഞാൻ വണ്ടിയിൽ വെച്ചിനല്ലേ. അപ്പോൾ കുഞ്ഞോളൂട്ടി രാവിലെ തന്നെ നീച്ചിക്കണ കണ്ണൊക്കെ ചോപ്പിച്ച് കണ്ടേ. എന്തേ കണ്ണ് സൂക്കടാണോ മാളെ? പക്ഷെ കണ്ണ് ചൊറിച്ചിലൊന്നുമില്ല. ഇല്ല പരകൂട്ടോ. സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് കണ്ണ് സൂക്കട് ഉണ്ടാക്കിയല്ലോ. കടിക്കാം അതുപോലെ എന്തായാലും വീഡിയോ കാണുന്നുണ്ടാവും. ഇതിക്കൊക്കെ അതിക്ക് നോക്കി സബ്സ്ക്രൈബേഴ്സ്. ഗൈസ് ഇതോ നോക്കൂ. ഇതെടുത്ത കണ്ണ് തുറന്ന് കാണിച്ചു കൊടുക്ക്. ഗൈസ് സബ്സ്ക്രൈബേഴ്സ് ഇതിക്ക് നോക്ക്. ആ മതി. ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ കണ്ണ് സൂക്കട്ട് ഉണ്ടാവും. കാരണം ഒക്കെ കണ്ണ് സൂക്കട, കണ്ണുക്ക് നോക്കിയാല് കണ്ണ് സൂക്കട്ട് പകരും. ചൊറിച്ചിലുമില്ല, പക്ഷെ കണ്ണ് ഭയങ്കര ചോപ്പ്. ചാടിയതേക്കാര് എന്തേലും കുത്തീനിയോ? അത് കണ്ണിനല്ലല്ലോ, മൂക്കിനല്ലേ. പിന്നെ അടുപ്പത്തേക്ക് പോകണ്ടേ? കരിയോ? ഒരു 2 മിനിറ്റിൻ്റെ ഒപ്പം ഇങ്ങനെ വാടി നല്ല മഴഞ്ചൻ മറിച്ചിട്ട് വാ. അതായത് നമ്മളൊരു വൈബെന്ന് വെച്ചാൽ നല്ല മഴയൊക്കെ പെയ്ത് രാവിലെ എണീറ്റിട്ട് ആ ഒരു സൂര്യപ്രകാശമല്ല മഴയല്ലേ, പെണ്ണുങ്ങളൊപ്പം ഇങ്ങനെ തോളത്ത് കൈ വെച്ചാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞോളെ തോളത്ത് കൈ വെച്ചാണ്ട് ഇങ്ങനെ നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കും ഞങ്ങൾ എന്തെങ്കിലും പറയാണ്ട്. അതിപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ എന്നുള്ളതല്ല കേട്ടോ. വ്ളോഗ് ഇല്ലെങ്കിൽ ഞാനും ഓള് വെറുതെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും വർത്താനം പറയട്ടെ, ഞാൻ ഓളെ തോളത്ത് കൈ വെച്ച്. കാരണം ഓൾക്ക് ഞാനും ഓളൊരു കെയർ ചെയ്യണ ഒരു ഫീല് കിട്ടുന്നത് അങ്ങനെ ആകുമ്പോഴാണ്. അതായത് എൻ്റെ ഒരു കുട്ടിയാണ് കുഞ്ഞോളെ. അവളവിടെ കേൾക്കുന്നുണ്ട്, അടുക്കളയിൽ കേൾക്കുന്നുണ്ടാവും കേട്ടോ. കാരണം ഞാൻ അടുക്കളൻ്റെ ജനലിൻ്റെ അവിടെ പോയി നിന്ന് പറയാം. അപ്പം ഞാൻ അതിങ്ങനെ പറയുമ്പോൾ കേട്ടോ ഒരതിർപ്പായി. കാരണം ഓളെ തോളത്ത് അങ്ങനെ കൈ വെച്ച് നടക്കുക. അപ്പോൾ ഓൾക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു കെയറിങ്ങും. അതേപോലെ ഓളെ ഒരു കുട്ടിയാളെ പോലെയാണ്. കാരണം എൻ്റെ ഒരു കുട്ടി തന്നെയാണ് ഓള്. എൻ്റെ ഹൃദയം പറഞ്ഞാൽ എനിക്കെന്താ അറിയില്ല, ഓളോടൊരു ഇതങ്ങോട്ട് ആകണം എനിക്ക്.
ഓളെ കാണുമ്പോഴൊക്കെ ഓളിങ്ങനെ ഇങ്ങനെ എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓളങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോ ഓളിങ്ങനെ ഒരു ഇടങ്ങേറ് മനസ്സിൽ ഓക്കൊരിക്കും ഈ തന്തം തന്നെ ഓടാത്തത് കൊല്ലോന്നൊക്കെയുള്ളൊരു ഇടങ്ങേറ്. സോറി അറിയാതെ സത്യം മറന്നുപോയി. അവിടെ നോക്കി ചിരിച്ചു നോക്കാണി എന്താ ഓളെ ചിരി. കുട്ടിയെ കുഞ്ഞോളെ പേരയിൽ പണ്ട് കുട്ടിയെന്നാട്ടോ വിളിച്ചിനിയത്. ഓളെ ഉമ്മപ്പേ ആങ്ങളാരും ഇവലൊക്കെല്ലേ ഇപ്പൊ ചട്ടിയെ പട്ടിയെന്നൊക്കെ വിളിച്ചത് അല്ലേ? അങ്ങനെ ആയി എന്റെ ഒപ്പം കൂടിയിട്ട്. എങ്ങനെ ഉണ്ട് ഇന്നത്തെ ദോശ തിന്നാൻ പറ്റുമോ? എന്ത് ഒന്നുമില്ലാത്ത നേരത്തെ അതേ ഉള്ളേ. എന്ത് ദോശ? മസാല ദോശ പുതിയായിട്ട് അവസാനം ഞങ്ങൾ ഇവിടെ ദോശ ഇട്ടിരുന്നു. കുഞ്ഞോളെ ഈ മസാല ദോശക്ക് എന്നാ ഉണ്ടായത്? അത് തിന്നാൻ പാടുണ്ടോ? ആ പിന്നെന്താ ഞാൻ ഒന്ന് പറയരുത് കേട്ടോ. കുയിന്താ നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾക്ക് ഇതേ അങ്ങനെ തോന്നിയിട്ടില്ല കുഞ്ഞോളെ നമുക്ക് ഒന്ന് പുറത്ത് പോവുക. അപ്പോൾ എപ്പോഴും പുറത്തല്ലേ പക്ഷെ ഞങ്ങള് ഇവിടെ പരാതികൾ നോക്കണം കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടാവുമല്ലോ ഇപ്പൊ. അങ്ങനെയല്ല ഇന്നലെ ഞാൻ രാത്രി എന്തേലും ഫുഡ് ഇവിടെ ഞങ്ങള് ദോശ നിങ്ങള് എന്താ കടായിത്തെ ചിക്കനൊക്കെ തിന്നില്ല. ഞങ്ങൾക്കാണ് കൊണ്ടുവന്നിരുന്നുകൊണ്ട് എന്റെ ദേഷ്യം കഴിച്ചാൽ അങ്ങനെയൊക്കെ തീർക്ക. ഇപ്പല്ലേ ഞാൻ വന്നപ്പോഴേ ഞങ്ങൾക്ക് വേണ്ട കടായി. അപ്പൊ കടായി പിന്നെ കേടാവൂല. അപ്പൊ ഞാനവിടെ നിന്ന് പുള്ളി രാവിലെ സ്കൂൾക്ക് പൊറാട്ട കൊടുത്തേച്ചാല് തിന്ന് പറഞ്ഞേച്ചാല് ഇബ്രാഹിമിന് ഇതുണ്ടാകും വയറുവേദന. പൊറോട്ട കൊടുക്കണ്ടോന്. അപ്പൊ ദോശ ഇട്ടാല് ചമ്മന്തി ഉണ്ടാവും. ഇങ്ങോട്ട് വാ. സ്കൂളുണ്ടേ അതിന് ഉള്ളിൽ കയറിയോ? നീ കാണാൻ പൂതിയേക്കണോ? ഉള്ളിൽ കയറുമ്പോ മാറ്റം ഉണ്ടാകും. നിങ്ങള് അവിടെ തന്നെയല്ലേ ഇവിടുന്ന് കാണുന്നോ എന്താണ്? അപ്പൊ കേസ് അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ രാവിലെ. അതായത് രണ്ടാൾ പാരകളാണ്. ഞങ്ങളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമാണ് കേസ്. ഇതൊന്നിപ്പോ മുന്നോട്ട് പോയിട്ടൊന്നുമില്ല. അങ്ങോട്ട് പോകന്നെ. കുറെ 3-4 കുട്ടികളുമായി. ഇനിയിപ്പോ അങ്ങോട്ട് പോകന്നെ. എന്ത് കുയിന്താട്ടി എന്ന് പറയാം. അങ്ങനെ ഞാൻ അങ്ങോട്ട് വരുന്നല്ല കേട്ടോ. ഇജെന്താ വിളിച്ചാഞ്ഞ്? ഞാൻ ഇപ്പൊ മെസ്സേജ് അയക്കും വിളിച്ചു കഴിഞ്ഞാണ്ട് എവിടെ വെച്ചാണ്ട് എന്താ മെസ്സേജ് അയക്കാത്ത? ഞാൻ 2-3 വട്ടം ഇറങ്ങി നോക്കി. ഇജൊന്ന് ചോദിച്ചിട്ടും കൂടി ഇല്ല എങ്ങട്ടാ എവിടക്കാ പോണെന്ന്. ഒന്നല്ല നമ്മളെ വിളിച്ചാനൊക്കെ ഇഷ്ടം പോലെ കുട്ടികളാട്ടോ. ബോധം ഉണ്ടായിക്കോണ്ടേ. ശരിയാണോ? നമ്മളെ വിളിച്ചാലും ആയിക്കോട്ടെ. എന്നാ ഞാൻ മത്സരിച്ചാണ്ട് മത്സരിച്ച് കാണിച്ചതിന്റെ ആവശ്യമില്ല നിങ്ങളോട്. ഞങ്ങളോട് എപ്പോഴും ഒരു കാര്യം എന്താണായി ഒളിഞ്ഞോട് എപ്പോഴും ഒരു കാര്യം പറയണേ. അപ്പൊ എന്താണ് അത് പറയാൻ പറ്റില്ല. ഇതെന്നോട് എപ്പോഴും പറയല്. അതായത് എപ്പോഴും ഒരു കാര്യം പറഞ്ഞേ അറിയാം. ആ കാര്യം എന്താ വെച്ചുമ്പോ അത് ഇപ്പൊ പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെയുള്ള എപ്പോഴും പറയല്. കാരണം എപ്പോഴും പറയാൻ എപ്പോഴും ആണ്. അപ്പൊ ഇപ്പൊ പറയാൻ പറ്റും അപ്പോഴും പറയണം. അപ്പോഴത് എപ്പോഴും ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ പറയാൻ പറ്റില്ല. പിന്നെ അത് എപ്പോഴും പറയല് ഒരു കാര്യമാവില്ലല്ലോ. അന്തല്ലാത്ത വർത്താനം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഹൈലൈറ്റ്. കാരണം അതാണ് ഈ അന്തല്ലായ്മയാണ് നമ്മളൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഒരു മനുഷ്യന് പെരും ബുദ്ധി ആയാൽ പിന്നെ ഭയങ്കര ഓവർ തിങ്കും ആയാൽ ആ മനുഷ്യന്റെ ലൈഫ് തീരും. ഇന്റെ ഒപ്പം നിൽക്കൂലാന്നോ? അതായത് പെരും ബുദ്ധിയായ ഒരാൾ ഇന്റെ ഒപ്പം നിൽക്കൂലാന്ന്. നിൽക്കൂല, മനസ്സിലാവും. തെണ്ടിയാണ് ചെറ്റാണെന്ന് പോരെ. സന്തോഷായില്ലേ? അപ്പൊ അങ്ങനെ ഓരോ വർത്താനം ചിത്തൊക്കെ ബ്ലീയറാ. കൊല്ലിക്കുറിച്ച് ഞെക്കി കൊല്ലാനൊക്കെ തോന്നും. പിന്നെ ജയിലിൽ പോകണ ആലോചിച്ചിട്ടാണ് മാണ്ടേക്കട്. പിന്നെ കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, കമന്റ് ചെയ്യുന്നില്ല. മനസ്സിലായിക്കോളി. അന്തം വിട്ട് നടക്കേണ്ട കമന്റിനൊക്കെ ഓരോ കമന്റിലും തിരഞ്ഞെടുക്കുന്ന നല്ല കമന്റ് ഒക്കെയാണ് 500 രൂപ ഗൂഗിൾ പേ അയച്ചു കൊടുക്കണം. ഒരു പരിപാടി ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വെറുതെ പൊട്ടത്തരം കാട്ടിയാണ്ട് അൻ്റെയിൽ കമന്റ് നിൽക്കുക. അപ്പം ഞങ്ങൾ അൻ്റെ ലോക്കൽ യൂട്യൂബ് ചാനൽ, നാടൻ യൂട്യൂബ് ചാനൽ
അതിലൊക്കെ കമന്റ് ഇട്ട് ഞങ്ങളെ വില പോകുമ്പോൾ പറഞ്ഞാണ് വെറുതെ മെയിനായി നിൽക്കണ്ട. മനസ്സത്തെ ആ ഒരു അസൂയും കുശുമ്പൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു മനുഷ്യനെ ഹൃദയത്തിൽ എനിക്കൊരു നല്ല മനുഷ്യനാവണം. എനിക്ക് ആരോടും ദേഷ്യമില്ല. എനിക്ക് ഒരാൾക്കൊരു ഉപകാരം ചെയ്യണം എന്ന് രാവിലെ നീച്ചാലൊരു നീയത്ത് അതാകണം. ഒരു ഉപകാരമെങ്കിലും ഒരു ദിവസം ചെയ്യണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ഒരു ഉപകാരങ്ങളൊരു കമൻറ്റാണ്. അത് നിങ്ങൾക്ക് ഒന്നും വേണ്ട. ആ കമൻറ്റ് ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ അൻഷിഫ്ക സൂപ്പർ, അൻഷിഫ്ക ഐ ലവ് യു, അങ്ങനത്തെ ഒരു കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അതുമേ ഞാൻ എത്രത്തോളം ഹാപ്പിനെസ്സാണ് സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൃദയം പൊട്ടും നിങ്ങളോടുള്ള നന്ദി കൊണ്ട് നിറഞ്ഞിട്ട്. അപ്പം നിങ്ങളത് കമൻറ്റ് ചെയ്യ്. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് കണ്ട കൈ കടഞ്ഞിട്ട് ഞാൻ 2 കൈ കൊണ്ട് താങ്ങിയാണ്. അതായത് നിങ്ങളാണ് എൻ്റെ ശക്തി, മനസ്സിലായോ? നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ കടഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് അങ്ങനെ കേട്ടോ. കമൻറ്റ് ചെയ്യട്ടോ, ലൈക്കും. ഓക്കെ, എന്താ പറഞ്ഞേ? എന്തേ അവിടെ ഒരു പലക എന്തെങ്കിലും വെച്ചൂടെ? ഈ വൈറ്റ് സാധനത്തിന് അങ്ങനെ വരെ വീഴൂല റാഷിദ? CPI കത്തി തട്ടും കണ്ട മുറിച്ച്. അങ്ങനെ ആവുമ്പോ തട്ടൂലേ? നല്ലൊരു കറുവത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് കാട്ടണോക്കാണ്. ഞങ്ങളവിടെ കറുവത്ത് എന്നാട്ടാ പറയാ. നിങ്ങളവിടെ എന്താ പറയാ? കറുവത്ത്. നിങ്ങളവിടെ എന്താ പറയാ? കർമൂസ. ചിലയിടത്ത് പപ്പായ. കറൂത്ത. കറൂത്ത. തൊലി ചെത്താതെ ജയതാക്കിന്. അപ്പൊ ഇങ്ങനെ തന്നെ തൊലി ചെത്തി എനിക്കത് മൊത്തം തൊലി ചെത്തി വേണ്ടല്ലേ? ഒക്കെ പാടെ തീർക്കണ്ട. അപ്പൊ ഗൈസ്, നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യട്ടോ. കാരണം ഞാൻ കുഞ്ഞോള് ഇവിടെ തമിഴ്നാട് ഭാഗമാണ്, മുണ്ടേരി അല്ലേ, ഉള്ളേരി. ഞാൻ ഇവിടെ എറണാകുളം. എന്തേടി മുണ്ടേരിക്കാടല്ലേ? ദേമങ്ങാട് പറഞ്ഞാല് നാടാണ്. പോയല്ലാന്നോ? ഇവിടെ പോയല്ലാന്നോ? അന്നെ കൊണ്ടുപോയിട്ടില്ല. ഈ കുളിച്ചണോലല്ലേ പോയി കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. ഇതാ ഈ തൊട്ടപ്പുറത്ത് 1 കിലോമീറ്റർ കൂടി ഇല്ല ഇവിടുന്ന്. അത് എന്റെ പേരിന്ന് പോയിക്ക് പോണ. പിന്നെ ഇവരൊക്കെ തോടില്ല മക്കളാട്ടെ. കാടിന്റെ മക്കളാണ്. കറുവത്ത് ചെത്തുന്ന കുഞ്ഞോള് അത് ചെത്തിട്ട് തിന്നണ അൻസിപ്പ്. എല്ലാവർക്കും പപ്പായ ആശംസകൾ. കമന്റിൽ നിറയെ ആശംസകൾ. ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് ഇതൊക്കെ. അബ്രൂല്ലേ ആയതുകൊണ്ട് ഒരു മെച്ചതാട്ടോ. എല്ലാം തിന്നോളും. കൊടുക്കണ ചോറൊന്നും തിന്നൂല, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. പക്ഷെ സ്നാക്സിന് കൊടുക്കണത് മൂപ്പർക്ക് ബേക്കറി ബിസ്ക്കറ്റ് വേണമെന്നൊന്നുമില്ല. ഇങ്ങനത്തെ ഫ്രൂട്ട് ആയാലും മതില്ലേ. പക്ഷെ അതിനൊക്കെ ജബ്രുവാണ്. ബ്രുങ്ങളം സീഡ്സ് ആണ്. ഇറച്ചി മീനോ പച്ചക്കറി പറ്റൂല. ഔദന് ജിബ്രാനൊക്കെ നിജ മതിരാണ്. ഉപ്പേരിയൊക്കെ വെച്ചെടുത്താലൊക്കെ എല്ലാം തിന്നൂല്ലേ. പക്ഷെ ഞാൻ ഇബ്രു കയറാൻ VIP ആണോ? ഞങ്ങൾ പച്ചക്കറി ഒന്നും തിന്നൂല. കാണാണ്ടല്ലത് എപ്പോഴും പള്ളവേദന കയറാൻ ചെറുക്കൻ ഇബ്രാഹിം. എന്താണ് ചിക്കൻ പൊരിച്ചത്? ഞങ്ങൾക്ക് തിന്നാലും ഈ ഓവർ എണ്ണ ഇട്ടാണ് പൊരിക്കല്ലോ കുട്ടിയെ. എനിക്കത് അധികം തിന്നാൻ പറ്റൂലേ. നിൽക്കല്ലോ എണ്ണ കുട്ടിയൊക്കെ സ്കൂൾ കൊണ്ടുപോയി. എണ്ണ കുറച്ചൊക്കെ അല്ലേ എനിക്ക് തിന്നാൻ തിന്നാൻ പറ്റൂല. എനിക്ക് ഞാൻ പുഴുങ്ങി തരുന്നേ. ചിക്കൻ പുഴുങ്ങിയത് കഴിക്കാൻ പാടുള്ള ജിമ്മിനോടോല്. പിന്നെ ചോറ് റെഡിയാണ്, പാല് റെഡിയാണ്, ABC പൗഡർ റെഡിയാണ്. നാക്കോന്റെ ABC പൗഡർ. കോഴിമുട്ട പുഴുങ്ങിയിട്ടില്ലെന്ന്. ഇന്നെന്റെ എഗ് ബോയിലർ ഉണ്ട് അവിടെ. എഗ് ബോയിലർ വെറുതെ കുഞ്ഞോളെ ഗൈസ്. അപ്പൊ ഇതാണ് അഗാരോ എഗ് ബോയിലർ കേട്ടോ. അതൊന്ന് പെരയിൽ വാങ്ങി വെച്ചോളി. കോഴിമുട്ട പുഴുങ്ങാൻ വളരെ വളരെ ഈസിയാണ്. ജിമ്മിനൊക്കെ പോണവർക്ക് പ്രത്യേകിച്ച്. നിങ്ങളെ വളരെ ഈസി അല്ലേ?
അടുപ്പ് ഫ്രീ ആകും ചെയ്യും. മധുരം മധുരണ്ടോ? കുഴപ്പമില്ല. മഴക്കാലം മധുരം കുറവേക്കാം. ഞാൻ മധുരമൊക്കെ മയത്തൊഴിച്ചു. എന്തായി റാശിയെ? കഴിഞ്ഞില്ലേ റാശിയെ? ഇത്രയൊക്കെ ചോറ് തിന്നൂല്? തുള്ളിയുള്ളൂ കയ്യിലധികം കൊള്ളൂല. ഇതെത്ര പൈസ? എങ്ങനെ എണ്ണ ചെയ്ത് ഒരു കഷ്ണം ഞാൻ എടുക്കണ്ട എന്തായാലും. അതിന് മല മറിയട്ടെ. അല്ല രസം, നല്ല രസം. ഒക്കെ ഇവിടെ തിന്നായിട്ടാണ്. അത് ശരിയാ. ചിക്കൻ്റെ ഒപ്പം വേറെ കൂട്ടാൻ വെച്ചെടുത്താൽ ആ കൂട്ടാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ചിക്കൻ മാത്രമേ തിന്നോളൂ. അപ്പം അതിലാറല്ലേ ചിക്കൻ മാത്രം മതി. വെറുതെ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടേ. എന്താ ചൂടാറൂല അപ്പം അതിന് ഉച്ച കൊടുത്തിട്ട് എണ്ണമഴ ഉണ്ടാവൂല. നെയ്യിട്ട് ചോറോ? അബ്രോ പക്ഷെ എങ്ങനെ തിന്നാലും ഓരോ തടിമക്ക് മാത്രമേ കാണാത്തതേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് എനിക്ക് എല്ലാം തിന്നാലും അങ്ങനത്തൊക്കെ പേടിയാണ് തിന്നാൻ. ഒരാളതായി ഇങ്ങനെ പളങ്കാണ്. ഞാൻ നോക്കാണേ ഓളെ പിന്നാലെ ഇങ്ങനെ ട്രൗസർ ഇട്ട് നടക്കും. അങ്ങനെ സ്വഭാവം. ആ ജിബ്രാന് മറിച്ചടി. അങ്ങനെ ഗായ്സ്, അങ്ങനെ ഗായ്സ്. നീച്ചല്ലോ. ഇന്നലെ 7 മണിക്ക് സ്കൂൾ മദ്രസ ഇല്ലാത്തോണ്ട് ഞാൻ കുറച്ചു നേരം കിടക്കണം കരുതി. ഒരു രാവിലെ തന്നെ കുത്തിപ്പോന്തി നീച്ചിക്കണം. മോനെ മോൻ മോനെ വേഗം നീച്ചോളി. ടൈം ആയിക്കണേ. ചോറും റെഡി ആയിക്കണേ. എന്താറിയോ സ്നാക്സിന്? എന്താറിയോ എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ്. എന്താണ്? അതാണ് പപ്പായ. എന്റെ കുട്ടി സ്കൂൾ പോണ ജുബ്രൂന് വേണമെങ്കിൽ ഇപ്പൊ തരാം. നഴ്സറിക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റൂല. ജുബ്രാനെ ഇത് മതി, ഉറങ്ങിയത് മതിട്ടോ. നഴ്സറിക്ക് പോണ്ടേ? ഈ ലോകത്തുള്ള ഇവലൊക്കെ വിചാരം എന്താ പറയുക? ഇവലും പോകൂല അറിയുമ്പോൾ തന്നെ ഇവലൊക്കെ പറഞ്ഞേക്കൂല എന്നാണ്. എല്ലാരും പറഞ്ഞേക്കും. ഓൽക്ക് അങ്ങനെ പറയുമ്പോഴേ അങ്ങനെ മെസ്സേജ് സബ് കോൺഷ്യസിൽ കയറിക്കോട്ടെ. മറ്റേ ചിലപ്പോ ഇത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മള് മുൻകൂട്ടിട്ട് എറിയാം. ബർത്ത്ഡേ ആണ് ഇന്ന് 17-ാം തീയതി അല്ലേ? മറ്റന്നാളാ? എന്താണ് ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് വേണ്ടി? ഗിഫ്റ്റും വേണം. അവനക്ക് സ്കൂൾക്ക് മുട്ടായി വാങ്ങി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാം. എത്ര കുട്ടികളുണ്ടോ ക്ലാസ്സില്? എത്ര കുട്ടികളുണ്ട് ചോദിച്ചു വരണം കേട്ടോ മാമിനോട്. ചോദിക്കണം കേട്ടോ. അതേപോലെ ജിബ്രാന്റെ ബർത്ത്ഡേ ആകുമ്പോ ജിബ്രാൻ കൊണ്ടേക്കൊണ്ടിട്ട് അംഗൻവാടിക്ക് മുട്ടായി. സെപ്റ്റംബറിലോ? ഫസ്റ്റ് അബ്രുവിന്റെ അല്ലേ? അബ്രുവിന്റെ ആകാനായില്ലേ? കേക്ക് മുറിക്കണ്ട അബ്രു? നീച്ചുമ്പോഴതാണ് അറിയില്ല. ഇന്നലെ മഴ കൊണ്ടില്ല. പനിച്ചുണ്ടോ നോട്ടെ? ഉണ്ടല്ലേ? ഗുളിക കൊടുക്കാം. അല്ല ഇന്നൊരു ദിവസം ലീവ് കൊടുക്കണോ? പനിയല്ലേ? അടങ്ങാറാവുക.
പാടില്ല. കട്ടൊക്കെ ഇതിട്ട് കടന്നിട്ടാണ് അവേ എന്ത് ചൂടോ അതോ ഈ സാധനം കിട്ടാണ്ടല്ലോ ഉറങ്ങിയിരിക്കണത്. എന്താണ് ഇന്ന് ബുക്കൊക്കെ കൊണ്ടു ചെല്ലേണ്ട ദിവസമാണ്. കുളിപ്പിച്ചു തരാൻ വെച്ച് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പനിയുണ്ടോ നോക്ക്. കുട്ടി കണ്ടില്ലേ സാറില് നീച്ചുത്തർക്കണം അല്ലേ? ജിബനാണത് ജിബൻ. ഇബനാണ് ജിബൻ അല്ലേ? ജിബനാണ് ഇബം. നല്ല മഴ ഉണ്ട് ഇപ്പൊ. ചൂട് ബനുണ്ട് കേട്ടോ. എന്നാ ഉറങ്ങിയതിന്റെ കാര്യം കുളിപ്പിച്ച ഒരു മൂന്നാളും ആ ബെഡിലല്ലേ കടന്നതിനകത്ത് പൊട്ടിപ്പിടിച്ച്. ബർത്ത്ഡേ ഉള്ള കുട്ടിയാണത്. ബർത്ത്ഡേ പോയി കരണ്ടില്ല. വെള്ളം ചൂടുവെള്ളമായി കൊടുത്താൽ കേട്ടോ. ആ ഹീറ്റർ ഓൺ ആക്കാൻ പറ്റൂല. ആ ഇൻവെർട്ടറിന് വർക്ക് ചെയ്യൂലേ? പച്ചല്ലേ അബ്രുക്കുട്ടിയെ പല്ലേക്ക് പുതിയതാണ്. ഞാൻ ആ സ്റ്റൂൾ എടുത്തോണ്ടിട്ട് സ്റ്റൂള് നമുക്കിരിക്കാനോ? തേമ്പിക്കോ തേമ്പിക്കോ എന്നൊക്കെ എഴുത്. ബ്രഷ് ചെയ്ത് കുൽക്കുയ്യ് കണ്ണാക്ക് കുട്ടല്ല കണ്ണാക്കത്തില്ല ബ്രഷില് കുട്ടില്ല പല്ലേക്കുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ ഗൈസ് അബ്ബുറവിടെ പല്ലേക്കുന്നുണ്ട്. ഞാനിവിടെ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ നല്ല നെയ്ദോശ ഉണ്ട്. പിന്നെ എനിക്ക് ചമ്മന്തി ആട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളല്ല കുഞ്ഞോള്. പിന്നെ ABC വിത്ത് മിൽക്ക്. അപ്പൊ ഇതൊന്നും കഴിക്കട്ടോ ഗായ്സ്. കൊതി കൂടരുത് ഗായ്സ്. അങ്ങനെ ഗായ്സ് നമ്മുടെ ഇബ്രാഹിം മദ്രസ വിട്ടു വന്നിരിക്കുകയാണ്. വേറെ ഡേക്കോ സ്കൂളിൽ പോണ്ടേ? എന്താ മദ്രസ പഠിച്ചെന്ന് സലാം പറഞ്ഞിട്ടില്ലേ? ഞാന് പുറത്തല്ല ഔത്തുക്കിജ എടുക്കാണ്. ഇജ്ജ് സഭയ്ക്ക് കയറി ചെല്ലുമ്പോ ഇജ്ജ് വേറെ ആളെ കണ്ട അയാളോട് സലാം പറയണം. മനസ്സിലായോ? എന്നാ പറയേ. എന്താന്ന് പഠിച്ചേ? ആ ഒന്ന് തോറ്റാനെ. എന്താ പഠിച്ചേ? ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങോട്ട് ഇതന്നെ വേഗം പോയി മാറ്റിക്കോ. ഒന്ന് തോറ്റാനെ വേഗം പോയി മാറ്റിക്കോ. സ്കൂളിൽ പോവാ. അങ്ങനെ ഗായ്സ് ഇബ്രുക്കുട്ടി ഇതാ സ്കൂളിൽ പോവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കയ്യൊക്കെ കെട്ടി സെറ്റപ്പായി. മെച്ചിട്ടരും മെച്ചിലാകട്ടല്ലേ. മെച്ചിക്ക് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. മെച്ചിക്ക് ഇങ്ങനെ ക്യാമറ എടുക്കാനല്ലേ അറിയുള്ളൂ. മെച്ചി ഭയങ്കര ഇടങ്ങാറായി. 4 കുട്ടികളെയും നോക്കി പെരീത്തെ പണിയെടുത്ത് മെച്ചി വീഡിയോ എടുക്കണില്ലേ? എഡിറ്റ് ചെയ്യണില്ലേ? മ്യൂസിക് കൊടുക്കണില്ലേ? എന്ത് ഇബ്രാഹിമേ അങ്ങനെയൊക്കെയാണോ ഇപ്പച്ചിനെ കുറിച്ച് പറയുന്നത്? എന്തെങ്കിലും എൻ്റെ അമ്മച്ചി ഞാൻ പോരൂല അതറിഞ്ഞില്ലേ? നമ്മളെ കൊണ്ടുപോകണമെന്ന് അല്ലാതെ കൊണ്ടുപോകോ ചോദിച്ചു നടന്നാല് അപ്പോ അതിനടുത്തല്ലേ?
അങ്ങനെ ഗൈസ് അബ്രു സ്കൂൾക്ക് പോകാൻ നേരം ടീഷർക്ക് 2-3 ഉമ്മയൊക്കെ കൊടുത്തിട്ടാ പോവല്ലേ. ഇനി വന്നിട്ട് ഉമ്മ കൊടുക്കണം കേട്ടാ, പോകുമ്പോഴും വരുമ്പോഴും ഉമ്മ കൊടുക്കണം കേട്ടാ. ഇവിടെ പിന്നെ പണ്ടേക്ക് ഇബ്രാൻ എന്തുകൊണ്ടോ കുത്തിയതാട്ടോ. അല്ല ഇവിടെ എനിക്ക് ഇവിടെ ഒരു വേദന ഉണ്ടായിരുന്നത്. ഒരു ഉമ്മ കൊടുക്കേ ടിഷു ബേബിയെ. എൻ്റെ അബ്രുക്കാക്ക് സ്കൂൾക്ക് പോവാണ് പഠിക്കാനേ. ഡോക്ടറും പോലീസൊക്കെ ആവണ്ടേ, പൈലറ്റ് ആവണ്ടേ, വിമാനമൊക്കെ ഓടിക്കണ ആളാവണ്ടേ, നല്ലോണം പഠിച്ചുകാണ്ട്. ടിഷു ബേബിയെ ഇജും അടുത്ത കൊല്ലം മുതൽ ഇജും പോകേണ്ടി വരും കേട്ടോ LKGക്ക്. അബ്രുക്കാക്കൊക്കെ അപ്പം അവിടുത്തെ വലിയ കാക്കു കഴിക്കാറല്ലേ അബ്രു? സ്കൂളത്തെ 1ാം ക്ലാസ്സിലല്ലേ കാരജി? ടിഷ വരുമ്പോ എന്നിട്ട് അവളെ നോക്കൂലേ, ബസ്സിലൊക്കെ കയറ്റൂലേ, കൈ പിടിച്ചാണ്ട്? എന്നൊരു ഉമ്മ എടുത്തോ. പോരടാ. അങ്ങനെ ഗൈസ് നമ്മുടെ ഉദക്കുഞ്ഞ് ഇതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പം ഇന്ന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇന്നുപോലെ കുറേ കളി സാധനങ്ങളൊക്കെ, പേപ്പർ കട്ടിങ് അങ്ങനത്തെ ബുക്കുകളും ഒക്കെ സ്കൂളിൽ കൊണ്ടുപോയി വെക്കാനുള്ളതാണ്. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളതാണ് കൊടുത്തു വിടുക അല്ലേ. പക്ഷെ എന്നാലും എനിക്ക് ഈ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഒരു 10 കിലോൻ്റെ അടുത്തുണ്ടാവും. ഇത് വെയിറ്റ് കുറച്ച് കൂടുതലാണ്. ഇത് സ്കൂൾ കമ്മിറ്റിയുമായിട്ട് സംസാരിക്കേണ്ടി വരും. കുട്ടികളെ ഊര കേടി വരും. ആവശ്യമുള്ള ബല ഒരു അലക്കമ്മല മറ്റേ അത്രയ്ക്കും വലിയ കട്ടിയുള്ള നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഇതൊക്കെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രശ്നമാണ്. ഇതൊക്കെ കട്ടി കുറഞ്ഞാണ്ട് പാർട്ടാക്കിയിട്ട് കൊടുക്കണം. സെമസ്റ്റർ ആക്കിയാണ്. അപ്പൊ കട്ടില്ലാത്ത ബുക്ക് കിട്ടി. നിങ്ങൾ അവിടുന്ന് അത്രയും പൈസ കൊടുത്ത് വാങ്ങിയത്. ഞാൻ പിന്നെ ഒക്കെ നന്നായിക്കോട്ടെ എഴുതിട്ട് ചെയ്താ വാങ്ങിയിട്ടില്ല. എന്താണ് ഉറക്കം വരുന്നുണ്ടോ? ആരോഗ്യം വേണ്ടേ? പിന്നെ ഇപ്പൊ എന്താ ആകെയുള്ളൊരു മെച്ചെന്ന് വെച്ചാൽ ഇവിടുന്ന് ബസ് കയറിയാ പിന്നെ ഇരിക്കലാണ് അല്ലേ. പിന്നെ അവിടെ എത്തിയിട്ട് ഇറങ്ങാനുള്ളൂ അല്ലേ. അല്ലേ എന്താ പിന്നെ മൂളാനൊരു മടി. ഒക്കെ അതിന് എന്ന് ഉച്ച വരെ തന്നെ അല്ലുള്ളൂ. നിങ്ങൾക്ക് 3:30 പോട്ടുന്നില്ലേ? ചോറിന്ന് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് കൂടി അല്ലേ ഉണ്ടായാലുള്ളൂ. ആ 3:30 അറിയണ ഉച്ച തന്നെയല്ലേ. ഞങ്ങളൊക്കെ എജ്ജ് ഇതാക്കിയാൽ തന്നെ 5 മണിക്കാണ് എന്നൊക്കെ സ്കൂള് വിട്ടുകൂടെ എത്തിയത്. LKGയിലായപ്പോ അബ്രുക്കെ പോയപ്പോ ഇപ്പൊ നേരത്തെ വിടാൻ തുടങ്ങിയില്ല. അബ്രു ബർത്ത്ഡേക്ക് അല്ലേ. ബർത്ത്ഡേ വരുന്നുണ്ട്. കേക്കൊക്കെ മുറിച്ച് ഞങ്ങള് ക്ലാസ് കുട്ടികൾക്ക് മുട്ടായി കൊണ്ടേ കൊടുക്കണം കേട്ടോ. ബർത്ത്ഡേക്ക് ഇബ്രൊക്കെ കൊണ്ടേ കൊടുത്തിരുന്നു. അവന്റെ ബർത്ത്ഡേക്ക് ഉണ്ട്. ഇബ്രു കൊണ്ടേക്കണല്ലോ. അങ്ങനെ കൊണ്ട് കൊടുത്ത് അല്ലാത്ത എന്തോ പരീക്ഷ ലീവിലുണ്ട്. കുടിച്ചോ? പിന്നെ ഇതേതും ഫുള്ളും പുതിയ ബുക്കിൽ പിന്നെ മാറ്റി ചെയ്തിട്ടില്ലേ? കുട്ടിന്റെ ഒരു ബുദ്ധി പോയപ്പോ ഇതേ 1ാം ക്ലാസ്സിൽ ആടോരുടെ കാര്യമില്ല. അതിനൊക്കെ പേരും ബുദ്ധിയാണ്. ഗൈസ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമുക്കൊരു ഹാപ്പിനെസ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അത് ഇതിൻ്റെ ഓരോ വർത്താനം കേൾക്കുമ്പോഴും ഇതിൻ്റെ ഓരോ, അതായത് ഇതിൻ്റെ അടുത്തിൽ ഓരോ മൈന്യൂട്ട് തെറ്റുകൾ വരെ ചൂണ്ടിക്കാണിച്ച് ഞാൻ നന്നാക്കാൻ നോക്കണം. എൻ്റെ കുട്ടി കരാട്ട കൂടി കുട്ടി കരാട്ടക്കൊക്കെ കൂടി കിട്ടോ. ഞാൻ വലുതായിട്ട് ഞാനൊരു തൊട്ടൻ്റെ കുട്ടിയൊക്കെ ഇറങ്ങും കരാട്ടക്കില്. പൊട്ടിച്ചൂലിൻ്റെ പോലെ പക്ഷെ തല്ലാനല്ല നമ്മൾ കരാട്ട അടിച്ചിന്. സെൽഫ് ഡിഫെൻസ്. ഓക്കെ. ആ കള്ളന്മാര് കുറുവ സംഘമൊക്കെ വന്നാൽ തല്ലാണ്. ഓക്കെ ഓക്കെ. നമ്മളെ ടിഷ ബേബിനെ മെച്ചിനെ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ കരയിലെന്തെങ്കിലും കരട്ടടക്കുള്ളൂ. കരാട്ട എന്തൊക്കെ കരാട്ടൊക്കെ പഠിപ്പിച്ചത്? അപ്പൊ സ്കൂളില് എന്താ ഓരോ എക്സ്ട്രാ സംഭവങ്ങൾ പഠിപ്പിക്കും അല്ലേ?
ഒന്നാം ക്ലാസ് കഴിഞ്ഞ് 4-ാം ക്ലാസ് കഴിഞ്ഞ് 4-ാം ക്ലാസ് കഴിഞ്ഞ് 5-ാം ക്ലാസ്സിൽ വേറെ ഉണ്ടോ? വേറെ ഉണ്ടാവോ? എല്ലാം പഠിച്ച് സെറ്റപ്പാ കേട്ടോ. എന്ത് ഗൈസ്, അപ്പൊ നേതാവ് മുന്നിൽ പോയിക്കണം കേട്ടോ. ഇബ്രാഹിം ലോധി. പിന്നെ അംഗനവാടി ജിബ്രാൻ ഇതവിടെ ടീഷർട്ടും ഷെഡൊക്കെ ഇട്ട് നടക്കുന്നത്. പിന്നെയാണ് നമ്മുടെ ഔദക്കുഞ്ഞ്. സിനിമ നടനല്ലേ ജി? അല്ലേ? പിന്നെ ടീഷ ബേബി. കണ്ണനെ കരിമുകിലഭരണി, കണ്ണനെ കരിമുകിലഭരണി. ഗൈസ്, നിങ്ങളെല്ലാരും കമന്റിലേ കുട്ടീനെടുത്തൂടെ വെച്ചപ്പോ ലാസ്റ്റ് കുട്ടിന്റെ തലയിലേക്ക് ഗൈസ് ക്യാമറ എടുക്കണം, കുട്ടി എടുക്കണം. ഇല്ല ടീഷ ബേബിയെ എടാ മുള്ളൊത്തുട്ടോ. നിങ്ങളെ വീട്ടില് തൊട്ടാലുണ്ട് ഓൽക്കായല്ല പണി. ജിബാ വെറുതെ ചന്തിമ മുള്ളുത്താ നിക്കണ്ട, നീച്ച് പോയിക്കോളി. ജിബ്രാനോ മാറുന്ന മാറുന്ന മാറിക്ക് ജിബ്രാൻ. അവർക്ക് കുട്ടീനെ എടുക്കണ ഇഷ്ടമാണ്. ബാഗ് കൊണ്ട് അതാകുമ്പോ അതൊന്നും ചളിയിലല്ല ചിലക്കാ പോയിട്ടാ അങ്ങനെ ഏറ്റി കുത്തിർക്കോ. ഞാനിപ്പോ എൻ്റെ ഈ നിർത്തുന്ന ഇതാണ് എൻ്റെ കാല് കേട്ടോ. ഔദക്കുഞ്ഞിൻ്റെ കാലാണിത്. ഇത് ഔദക്കുഞ്ഞിൻ്റെ ശരീരം, ഇത് ഔദക്കുഞ്ഞിൻ്റെ ട്രൗസർ, ഇത് ഔദക്കുഞ്ഞിൻ്റെ എന്താണ് അതെന്താണ് പറയൂലേ? ആറ്റി പറഞ്ഞിട്ടില്ല, അറിയില്ലേ കാരം. തൊട്ടാൽ പാടുട്ടത് എന്നാലും ഒളിപ്പിച്ചണ്ടാ. പിന്നെ അതിനെനിക്കറിയണേ. പിന്നെ ഞങ്ങളോട് കയറിക്കാരം. പിന്നെ ഞങ്ങൾ ഇതിൽ കൂടെ പോകുമ്പോ കുത്തുപോയി. ആ തൊട്ടാവാടിക്കൊക്കെ ബുദ്ധിയുണ്ട്. എലക്ക് ജീവുണ്ട്, എലക്കല്ല ജീവേ ഏട്ടാ ജീവേ. തട്ടിമടക്കും. അപ്പൻ്റെ തുമ്പ് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട്. ഞാൻ സെബാസ്റ്റ്യൻ മാഷേങ്ങാണ്ട് എല്ലാം വടിയെടുത്താണ് എല്ലാത്തിൻ്റെ അപ്പത്തുമ്പ് വെട്ടി മുറിച്ച് പോകും ഞാൻ സ്കൂളിൽ പോകുമ്പോഴേ. ലാസ്റ്റ് ആ അപ്പനുണ്ടെന്നെ എനിക്ക് പള്ളർച്ച് കിട്ടിയ സ്കൂളിൽ നിന്ന് നേരം വൈകിട്ട്. അതാണ് അപ്പയായാലും കർമ്മ തിരിച്ചടിക്കും സത്യങ്ങൾ. മനസ്സിലായോ? നമ്മളൊരു ക്രിയ ചെയ്താൽ ആ ക്രിയ നമുക്ക് തിരിച്ചടിക്കും. നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും, തിന്മ ചെയ്താൽ തിന്മ ലഭിക്കും. അബ്രോ അബ്രോ നന്മ ചെയ്താൽ നന്മ ലഭിക്കും, തിന്മ ചെയ്താൽ തിന്മ ലഭിക്കും കേട്ടോ. അപ്പൊ നമ്മളെപ്പോഴും എന്താണ് ചെയ്യുക? നന്മയല്ലേ ചെയ്യുക? രാത്രി നേരത്തെ ഉറങ്ങണേ, എന്നാ ഉറക്കം വരും. ഉറക്കം വരലൊക്കെ നിന്ന് അങ്ങനെ ട്രൗസറിലും കൈയിട്ട് കാണുന്ന ഇവന്റെ ബോഡി ഷേപ്പ് കണ്ടിട്ടേ ഒന്ന് പോയി കടാം അംഗനവാടിയെ. കണ്ണനേ കരിമുകില പരരി. ഇന്നെന്താ അബ്രു എന്നോല് വിളിച്ചാത്തേ? അബ്രു 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 കുട്ടിയെ എന്താ അയച്ചെന്നറിയാം. ഞാൻ പറഞ്ഞു ഇജേ ഇന്ന് പോയിട്ടില്ലെങ്കിൽ എന്താ എനിക്ക് നല്ല സ്കൂളത്തെ കുട്ടികൾക്ക് മുട്ട കൊടുക്കും പറ്റൂല. ഞാൻ കൊടുക്കൂല, എനിക്ക് പോലെ ഞങ്ങളെ സ്കൂളിൽ പഠിച്ചെന്നേ ഇങ്ങനെ ഒരു ബാഗ് ഇട്ട് ചങ്ങായിട്ട്. എല്ലാ സ്കൂളിലും അങ്ങനെ ഉണ്ടാവും. എന്തോ മുന്നൊക്കെ ബാഗ് ഇട്ടുണ്ട്. അത് ഇതുകൊണ്ടാണ് ഈ വെയിറ്റ് ബാഗ് തൂങ്ങിയിട്ട് ഊരക്ക് ഇങ്ങനെ വേദന ഉണ്ടാവുമ്പോഴേ ഇങ്ങനെ ഇടുള്ളൂ. ഞാൻ ബാഗ് ഇട്ട്
ഹലാക്കിന്റെ മാത്രം അബ്രോ എടാ ഒന്ന് കരഞ്ഞ അപ്പളെ വീഡിയോക്ക് റീച്ച് ഉണ്ടാവുള്ളൂ. കരയേ കരയേ. ഓന് ബാഗ് ഇട്ട് ചോദിച്ചില്ല. ദിസ് ഈസ് അനദർ സൈക്കോളജിക്കൽ മെത്തേഡ്. അതായത് ഓപ്പോസിറ്റ് റിയാക്ഷന് നമ്മൾ ഇട്ട് കൊടുക്കുക കുട്ടികൾക്ക്. അതായത് കരയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കരയലാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ കുട്ടികൾ അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷനെ നടക്കുകയുള്ളൂ. അതായത് കരയൂല. അപ്പോൾ കരയാതിരിക്കണം എന്നുണ്ടെങ്കിൽ കരയെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ബസ്സിലുണ്ട്. അങ്ങനെ ഗൈസ്, അങ്ങനെ ജിബ്രാന് സ്കൂളിലേക്ക് പോവാൻ, സ്കൂളിലേക്കല്ല കേട്ടോ, അംഗനവാടിക്ക്. സലാം കൊടുക്കും മേച്ചിക്ക്. പുള്ളിയൊക്കെ കഴിഞ്ഞപ്പോ നീച്ചിക്കണറിയോ ഓല് പോണിന് പിന്നെ വിളിച്ചിക്കണേ. അടങ്ങിക്കണട്ടോ അംഗനവാടിയിലോ. ഫസിലാൻ്റെ ഒട്ടിയും വിലക്ക് ഉണ്ടാവില്ലേ? വിനായ അംഗനവാടി പോവാ. അസ്സലാമു അലൈക്കും അടിക്കാം. ആ കഴിയും മറ്റേ കഴിയും. നല്ലോണം പഠിക്കണട്ടോ, അടങ്ങിക്കണട്ടോ, കച്ചറ ഉണ്ടാക്കരുതട്ടാ. അങ്ങനെ ഓലും പോയി. കുട്ടികളൊക്കെ ടിഷ ഉറങ്ങുകയും ചെയ്യും. ഞാനും കുഞ്ഞോളൊക്കെ കഴിഞ്ഞ് വേറെ ഇരിക്കാറ് ഞങ്ങൾക്ക്. ശരി കേട്ടോ.